കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓർഗനൈസ്ഡ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു. എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു. എല്ലാ മാധ്യമങ്ങളും ടൈംസ് നൗ, NDTV, CNN News 18, ANI എല്ലാം ചരിത്ര സംഭവമാണ്. നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല. ഒരു പത്രവും നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലയിൻറ്റ് കൊടുക്കാതെ എന്താണെന്ന് പറയാം. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ഇലക്ഷൻ കമ്മീഷന് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്കറിയാം, നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വല്ലവരുടെയും ചിത്രം പുറത്തു വിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം? അല്ല, ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത് ഞാൻ ഇവിടുത്തെ ആന്റോ ആന്റണിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി, നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഇതാ, ഞാൻ കുറേ ഡോക്യുമെന്റ്സ് അയച്ചു തരാം. ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല, ഞാൻ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എല്ലാം അയച്ചു തരും 1 മണിക്കൂറിനകത്ത്. ഈ ആന്റോ ആന്റണി എന്ന ഇവിടുത്തെ 15 വർഷം MP ആയിട്ടുള്ള ഈ വ്യക്തി, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറിയും ദേശീയ ഓഫീസ് ബെയറും, ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പർ. ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ആന്റോ ആന്റണിയും അദ്ദേഹത്തിൻ്റെ 3 സഹോദരൻ, ഞാൻ പറയട്ടെ, നിൽക്കണ്ട, നിങ്ങൾ കൊടുത്തില്ല. ഞാൻ പറയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും. ആന്റോ ആന്റണിയുടെ 3 സഹോദരന്മാരും 4 സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ? അപ്പൊ പോയി. പറഞ്ഞു കഴിയട്ടെ. മൈക്കും പിടിച്ചോണ്ട് പോയി. അപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേസില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയനും ചേട്ടനും പങ്കായ ബാങ്കിൽ FIR ഉൾപ്പെടെ ഇവിടെ കേരളത്തിലെ കേരളത്തിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ കള്ളമാണ്. അദ്ദേഹത്തിൻ്റെ അനിയനും അദ്ദേഹത്തിനെതിരെ അല്ലല്ലോ ഞാൻ പറഞ്ഞ, അദ്ദേഹം അതിൻ്റെ കുടുംബവും അല്ലേ? ഇപ്പൊ എനിക്കെതിരെ ക്ലിയർ ആക്കിയാൽ മതി. അങ്ങയുടെ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ. നമ്മൾ ചോദിക്കുന്നത്, ഈ ആൻഡ്രൂസ് ആന്റണി അങ്ങയും ചേർത്ത് നിർത്തി എന്തിനാണ് നന്ദകുമാർ ഇപ്പോൾ ഒരു ചിത്രം പുറത്തോട്ട് ആരോണ് ഉന്നയിക്കുന്നത്? അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഈ 2 ദിവസം മുമ്പ് 15 വർഷം മുമ്പ് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ 15 ദിവസം മുമ്പ് എൻ്റെ തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത്. വിഷുവിൻ്റെ അന്ന് അയാൾ തെളിവ് പുറത്ത് വിടും. വിഷു കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് എൻ്റെ ഇലക്ഷൻ ഡീറെയിൽ ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതേ നന്ദകുമാറിനെതിരെ 9 ദിവസം മുമ്പ് ഇദ്ദേഹം 2016 എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ്, വലിയ പ്രമുഖമായ ഒരു കേസിൽ എൻ്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി. ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട്. അത് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ്? ഒരു സാമ്പത്തികവുമില്ല, ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല. ഇദ്ദേഹം പറയുന്നത് എല്ലാം കള്ളമാണ്. ഓഫർ ലെറ്റർ, വിസിറ്റിംഗ് കാർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൗൺസിൽ നിയമനത്തിനുള്ള. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല, വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല. ഞാൻ വളരെ വ്യക്തം. ആൻഡ്രൂസ് ആന്റണി മോദിജിയുമായി കാണുന്ന ഒരു ചിത്രം പുറത്തുവിട്ടു. അതെങ്ങനെയാണ് ആൻഡ്രൂസ് ആന്റണി അങ്ങയുടെ കൂടെ എല്ലായിടത്തും ഉള്ളത്? അതേപോലെ എന്ത് ബന്ധമാണ് കൈകൊള്ളത്? അദ്ദേഹം കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ സഭകളുമായിട്ട് സംസാരിക്കുമ്പോൾ അതേമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ കൗൺസിൽ നിയമനത്തിൽ ഒരു തരത്തിലും അങ്ങ് ഇടപെട്ടിട്ടില്ല, പൈസ വാങ്ങിച്ചിട്ടില്ല? ഇല്ല. ഇനി കൂടുതൽ തെളിവ് പുറത്തുവിടുന്ന പറഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ? വരട്ടെ, ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.